എൻ്റെയൊക്കെ കാലത്ത് ശരിക്കും കുഞ്ഞായിരിക്കുന്ന സമയത്ത് സിനിമ കാണാനുള്ള ഓപ്ഷനേ വളരെ കുറവായിരുന്നു. അച്ഛനൊക്കെ മരിച്ചതോടുകൂടി ഒട്ടും സിനിമ തന്നെ കാണാതെ, എനിക്ക് തോന്നുന്നു മഴയത്ത് മുൻപേറ്റം കണ്ടതാണ് പണ്ട്. പിന്നെ തിയേറ്ററിൽ പോയി പടം കാണുന്നത് അവനവൻ പഠിച്ച് അധ്വാനിച്ചതിന് ശേഷം കാശുണ്ടാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങളുടെയൊക്കെ കയ്യിൽ പോക്കറ്റ് മണി ആയിട്ട് എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് 500 രൂപയെങ്കിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടെ, നമുക്കെപ്പോഴും സംശയമാണ് ഏത് സിനിമയാണ് കാണേണ്ടത്, നല്ല സിനിമയാണോ. ഈ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു സിനിമ നമ്മളെ സ്വാധീനിക്കാറുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ജീവിതങ്ങളാണ് സിനിമയാക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ സിനിമ കണ്ട ആരും മോശമായോ അങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാനുള്ള കഴിവ് വേണമല്ലോ, നല്ലതിനെയും ചീത്തയും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും അറിയാനും അറിവ് സമ്പാദിക്കാനും ഒക്കെ നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരെക്കാളും കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടുതലുണ്ട്. അപ്പം നല്ലത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ലതിൽ നല്ലതാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് നല്ല സിനിമകളുണ്ട്. എനിക്കൊന്നും ഇതുവരെ IFFK പോയിട്ടൊരു പടം കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാവും, എന്തെങ്കിലും വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കുടുംബവും ജോലിയും ഒരുപോലെ കൊണ്ടുപോകുന്നത് കൊണ്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ടോ സിനിമ കാണാൻ IFFK വന്ന് നടക്കാറില്ല. അതുകൊണ്ട് എന്നെയൊക്കെ സംബന്ധിച്ചത് ഭയങ്കര ഭാഗ്യമാണ്. ഉള്ള 58 സിനിമകളും കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളോടൊപ്പം ഇരുന്ന് കാണണമെന്ന് അതിലും കൂടുതൽ ആഗ്രഹമുണ്ട്. എല്ലാവരും ഇന്നലെ ഇപ്പം സന്തോഷേട്ടൻ പറഞ്ഞ പോലെ 177 രൂപയുള്ളൂ പാസിന്. നമ്മളൊരു പ്ലേറ്റ് ഷവർമ കഴിക്കുന്ന പൈസയുള്ളൂ. എല്ലാവരും വരിക. എന്നിട്ട് ഇന്ന് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ അത് സ്കാൻ ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ പാസ് എടുക്കുക. ഇന്ന് തന്നെ സിനിമകൾ കാണാം. ഏറ്റവും നല്ല സിനിമകളാണ്. നിങ്ങൾക്കത് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. ട്രിവാൻഡ്രത്തൊക്കെ ഭയങ്കര വൈബാന്നാണ് പറയണേ പടം കാണാൻ പോകുമ്പോൾ IFFK. അതിലും വലിയ വൈബായിരിക്കണം നമുക്ക് കോഴിക്കോട്.